ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ അരിയോ ഗോതമ്പ് മാവോ റവയോ ഒന്നും വേണ്ട. നിങ്ങൾ ചിന്തിക്കാത്ത ഒരു പഴയ കാല ഒരു വിഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തോളം ഈ ഒരു റെസിപ്പിക്ക് പഴക്കമുണ്ട്. ഇപ്പോൾ അധികം ഇതാരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രീ ആണ്. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐറ്റം വെച്ചിട്ടല്ല നമ്മൾ ഈ ഒരു പലഹാരം ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സിയിലോട്ട് 1.5 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദയ്ക്ക് ഇവിടെ ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പശുവും പാല് തന്നെയാണ്, അതും കറക്റ്റ് 1.5 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നേർപകുതി ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ബാക്കി ഈ ഒരു പാലും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ഏകദേശം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒരു പ്രാവശ്യം മാത്രം അരിച്ചൊഴിക്കാം. കാരണം മുട്ടയെല്ലാം നന്നായിട്ട് മിക്സായി നന്നായിട്ട് ഇതുപോലെ അരച്ച് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചുടുന്ന ആ ഒരു പലഹാരത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ അരിപ്പയിൽ നിന്ന് ചെറിയ കട്ടകളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കലക്കിയതിന് ശേഷം അതിൻ്റെ കട്ടിയൊന്ന് നോക്കാം. നമുക്ക് ഒരുപാട് കട്ടി ഇതിന് വേണ്ട. അതായത് നമ്മൾ അപ്പത്തിൻ്റെ ബാറ്ററിൽ അതിനേക്കാളും ലൂസായിട്ട് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം, സാധാരണ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സാധാരണ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് ആ രീതിയിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുക്കുന്നത് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്ന ഈ ഒരു ഷേപ്പിലാണ്. അപ്പോൾ അതുപോലെയാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കിയ ചട്ടിയിലോട്ട്, അതായത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് മാത്രം ഒഴിച്ച് നല്ല തിന്നായിട്ട്, വളരെ തിന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കുറച്ച് മിനിറ്റ്, ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇളകി വരും. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ, സ്പാച്ചിലും ഒന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ നമ്മൾ 1 ഡേ ഗ്യാപ്പിൽ രാവിലെ 10 മണിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന 100 കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒന്നരാടെ നമ്മുടെ ചാനലിൽ രാവിലെ 10 മണിക്ക് വന്ന് നോക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. 3 വിന്നേഴ്സിനാണ് ഇലക്ട്രിക് ബീറ്റർ നമ്മൾ പ്രൈസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ മാവിലും ഞാൻ ഇതുപോലെ ഈ ഒരു റെസിപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamu alaikum. Assalamu alaikum.